എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷ കരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 5th സ്റ്റാൻഡേർഡിന്റെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ സ്മാർട്ട് വർക്ക്ഔട്ട് ചെയ്തു. ഏതൊക്കെയായിരുന്നു? 1ാമത്തെ ചാപ്റ്റർ ഒറ്റയുള്ളൊരു ജീവിയും, 2ാമത്തത് വ്യാധികൾ പടരാതിരിക്കാൻ. ഇന്ന് 3ാമത്തെ ചാപ്റ്റർ ആണ് ജലം നിത്യജീവിതത്തിൽ എന്ന ആ ഒരു പാഠമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ഓപ്ഷൻസും വായിക്കും. നിങ്ങൾ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക, 1 എന്ന നമ്പർ ഇടുക, അതിന്റെ ഓപ്ഷൻ ഏതാണോ ശരി ആ ഓപ്ഷൻ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഓപ്ഷൻ ജസ്റ്റ് A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C അല്ലെങ്കിൽ D അങ്ങനെ കമന്റ് ചെയ്ത് പോവുക. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചെന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ ചെയ്ത് തന്നെ പോവാം കേട്ടോ. അപ്പൊ 1ാമത്തെ ചോദ്യം വായിക്കുകയാണ്. താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ A ചിക്കൻ ബോക്സ്, ഓപ്ഷൻ B മലമ്പനി, ഓപ്ഷൻ C കുഷ്ഠം, ഓപ്ഷൻ D കോളറ. താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? ചിക്കൻ ബോക്സ് ആണോ, മലമ്പനി ആണോ, കുഷ്ഠമാണോ, കോളറയാണോ? എല്ലാവരും ഉത്തരം കമന്റ് ചെയ്തു കാണും അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി കോളറയാണ് കേട്ടോ. ഓപ്ഷൻ ഡി കോളറയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്? നമ്മൾ വാക്സിനേഷൻ ചാർട്ട് പഠിച്ചു. വാക്സിനേഷൻ ചാർട്ടിനകത്ത് നമ്മൾ ഓരോ വാക്സിനും അതേപോലെ തന്നെ അത് ഏത് രോഗത്തിനുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ A ഡിഫ്തീരിയ, ഓപ്ഷൻ B മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ C വില്ലൻ ചുമ, ഓപ്ഷൻ D ക്ഷയം. ഇത് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ്. ഓക്കെ, ഓപ്ഷൻ A ഡിഫ്തീരിയ, ഓപ്ഷൻ B മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ C വില്ലൻ ചുമ, ഓപ്ഷൻ D ക്ഷയം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. ഏതാണ്? BCG വാക്സിൻ. BCG എന്തിനുള്ളതാണ്? ക്ഷയരോഗത്തിനുള്ളതാണ് അല്ലെ BCG വാക്സിൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ഓപ്ഷൻ A സിഫിലിസ്, ഓപ്ഷൻ B റിംഗ്വെം, ഓപ്ഷൻ C സോറിയാസിസ്, ഓപ്ഷൻ D ഗൊണോറിയ. ഇതിൽ ഏതാണ് ഫംഗസ് മുഖേന ഉണ്ടാകുന്ന രോഗം? ഫംഗസ് മുഖേന നമ്മൾ പറഞ്ഞായിരുന്നു ഏത് ഫംഗസ് ആണ് ഈ രോഗമൊക്കെ പരത്തുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ്? ഓപ്ഷൻ B റിംഗ്വേം ആണ് ഫംഗസ് രോഗം. അപ്പൊ ആ ഫംഗസ് എന്നും പറഞ്ഞുകൊണ്ട് പൂപ്പലുകളുടെ ലോകം അല്ലെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് അത് റിംഗ്വേം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 4ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? ഓപ്ഷൻ 1 മലേറിയ, 2 മന്ദരോഗം, 3 സിക്ക വൈറസ് രോഗം. ഇതിൽ 3ൽ ഏതാണ് കൊതുക് പരത്തുന്ന രോഗം എന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A 1 മാത്രം ശരി, ഓപ്ഷൻ B 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ C 1ഉം 3ഉം മാത്രം ശരി, ഓപ്ഷൻ D 1ഉം 2ഉം 3ഉം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? കൊതുക് പരത്തുന്നത് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചായിരുന്നു. മലേറിയ കൊതുകാണ് അല്ലെ. നമ്മൾ അനോഫിലസും അതേപോലെ ക്യുലെക്സും അതെല്ലാം നമ്മൾ പഠിച്ചോണ്ടാ പറഞ്ഞേ. മലേറിയ മന്ദരോഗം കൊതുക് പരത്തുന്നതാണ്. അപ്പൊ സിക്ക വൈറസ് രോഗമോ? അതും കൊതുക് പരത്തുന്നതാണ്. അപ്പം ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 2ഉം 3ഉം ശരിയാണ്. താഴെ പറയുന്നവയെല്ലാം മലേറിയ ആയാലും മന്ദരോഗമായാലും സിക്ക വൈറസ് രോഗമായാലും ഇവയെല്ലാം ആര് പരത്തുന്നതാണ്? കൊതുക് പരത്തുന്ന രോഗമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ. മുമ്പ് ഞാൻ അതുകൊണ്ടാണ് അതിന് ഉത്തരം പറയാനത്. ഇവിടെ ചോദിച്ചേക്കുന്നുണ്ടോ മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ? ഓപ്ഷൻ A അനോഫിലസ് കൊതുക്, B ക്യുലെക്സ് കൊതുക്, ഓപ്ഷൻ C അനോഫിലിസ് പെൺകൊതുക്, ഓപ്ഷൻ D ഈഡിസ് കൊതുക്. ഇതിൽ ഏതാണ് മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ? ഇതിലേതാണ്? കമന്റ് ചെയ്തോ. മന്ദരോഗം പരത്തുന്ന കൊതുക് അനോഫിലസ് ആണോ, ക്യുലെക്സ് ആണോ, അതോ അനോഫിലസ് പെൺകൊതുകാണോ, അതോ ഈഡിസ് കൊതുകാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. മലേറിയ ഏതാണ് പരത്തുന്നത്, മന്ദരോഗം ഏതാണ് പരത്തുന്നത് എന്നൊക്കെ പഠിച്ചു. ഏതാണ് മന്ദരോഗം പരത്തുന്നത്? ക്യുലെക്സ് കൊതുകുകളാണ് അല്ലെ. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ക്യുലെക്സ് കൊതുകുകളാണ്. അപ്പം ക്ലിയർ ആയിട്ട് ഓർത്തോണം, മന്ദരോഗം പരത്തുന്നത് ക്യുലെക്സ് പെൺകൊതുകുകളാണ് എന്ന് ഓർത്തോണം കേട്ടോ. ക്യുലെക്സ് പെൺകൊതുകുകളാണ് മന്ദരോഗം പരത്തുന്നത്. അപ്പൊ മലേറിയ പരത്തുന്നത് ആരാണ്?
അനോഫിലസ് പെൺകൊതുകളാണ് അല്ലെ മലേറിയ പരത്തുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ അത് അനോഫിലസ് പെൺകൊതുകളാണ് മലേറിയ പരത്തുന്നത്. മന്ദരോഗം ക്യുലെക്സ് പെൺകൊതുകളാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാണ്. ആറാമത്തെ ചോദ്യം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. ഓപ്ഷൻ എ നിപ, ഓപ്ഷൻ ബി ജാപ്പനീസ് എൻഫലൈറ്റിസ്, ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. അതിനൊരു കോഡ് വെച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന് പറയുന്ന പേരെന്താണ്? സൂണോക്സിസ് ആണ്. അപ്പൊ ആ സൂ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. സൂവിൽ ആരാണ്? മൃഗങ്ങളാണ്, അങ്ങോട്ട് പോകുന്നത് മനുഷ്യരാണ്. അപ്പൊ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് സൂണോസിസ് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ താഴെ പറയുന്നവയിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം നിപ. നമ്മൾ അന്നേരം പറഞ്ഞു നിപ എന്താണ്? മൃഗങ്ങളിൽ നിന്ന് വവ്വാലിൽ നിന്ന് പകരുന്ന രോഗമാണല്ലേ നിപ വൈറസ്. ഇനി 2 ജാപ്പനീസ് എൻഫൈലൈറ്റിസ്. ജാപ്പനീസ് എൻഫൈലൈറ്റിസും എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ, ഒരുപാട് അങ്ങ് വിശദീകരിക്കാത്ത, കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ തരുന്നത്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ എ 2010, ഓപ്ഷൻ ബി 2013, ഓപ്ഷൻ സി 2014, ഓപ്ഷൻ ഡി 2015. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? 2014 അല്ലെ? 2014 ലോകാരോഗ്യ സംഘടന WHO ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം. എല്ലാവരും ശരിയാക്കി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഏത് ദിവസമാണ്? 2014 മാർച്ച് 27 അതുകൊണ്ട് ഇതിന്റെ കൂടെ ഓർത്തിരുന്നോണേ. 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ ഇലപ്പുള്ളി രോഗം ഫംഗസ്, ഓപ്ഷൻ ബി മണ്ടരി വൈറസ്, ഓപ്ഷൻ സി കൂമ്പുചീയൽ ഫംഗസ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. നമ്മൾ പറഞ്ഞായിരുന്നു ഇലപ്പുള്ളി രോഗം എവിടെ വരുന്നയാ? നെല്ലിന് വരുന്നതാണ് ഇലപ്പുള്ളി രോഗം അല്ലെ? അത് ഏത് കാരണം ഉണ്ടാകുന്ന രോഗമാണ്? രോഗകാരി ആരാണ്? ഫംഗസ് ആണോ? ആണ്. അപ്പൊ എ ശരിയാണ്. ഇനി ബി നോക്കൂ, മണ്ടരി എവിടെ വരുന്നതാണ്? തെങ്ങിൽ വരുന്ന രോഗമാണ് മണ്ടരി ആര് കാരണമാണ്? രോഗകാരി ആരാണ്? അത് വൈറസ് ആണ് അല്ലെ? ഇനി ഓപ്ഷൻ സി കൂമ്പുചീയലും എവിടെ വരുന്നതാണ്? തെങ്ങിന് വരുന്നതാണ്. അതും ആരാണ്? ഫംഗസ് ആണ്. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, പയറിലെ മൊസൈക്ക് രോഗം ഏതാണ് രോഗകാരി എന്ന് പറയുന്നത്? അത് വൈറസ് ആണ്. അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? എല്ലാവർക്കും കിട്ടിക്കാണും. ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള ചോദ്യമാണ്, ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ് അല്ലെ? ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആയി. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എത്രത്തോളം നിങ്ങൾ പഠിച്ചു, നിങ്ങളുടെ മാർക്ക് എല്ലാം നിങ്ങൾക്കൊന്ന് സ്വയം വിലയിരുത്താൻ പറ്റി അല്ലെ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത ഒരു പാഠം ജലം നിത്യജീവിതത്തിൽ എന്ന പാഠമാണ്. നമ്മൾ ആദ്യം ഒറ്റയുള്ളൊരു ജീവിയും, അതിനടുത്ത് ഫുഡ് വെബ്, ഫുഡ് ചെയിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തത് വ്യാധികൾ പടരാതിരിക്കുക, അതിനകത്ത് രോഗങ്ങളും മറ്റു രോഗകാരികളും വാക്സിനേഷൻ സ്റ്റാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ പാഠമായ ജലം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ നമ്മളോടൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതിനകത്ത് തന്നെ കണ്ടോ, ഒരു കുട്ടി പറയാണ് ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം അവിടെ പറയുന്നതാണ്, ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. അപ്പം ഇത് അതിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കതല്ല വേണ്ടുന്നത്. അതുമായി ബേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ജലത്തിന്റെ പ്രത്യേകതകൾ എഴുതാൻ അതിനകത്തുണ്ട്. നമ്മളങ്ങ് പറയാണ് ജലത്തിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ്? ജലത്തിന് നിറമില്ല അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. ജലത്തിന് നിറമില്ല. ജലത്തിന് വ്യാപ്തമുണ്ടോ? വ്യാപ്തമുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ അതെടുക്കുന്നത് അതായിരിക്കും അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അല്ലെ? ഏത് പാത്രമാണോ എടുക്കുന്നത് അതാണ് അതിന്റെ ആകൃതി എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ ആകൃതി നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും അതിന്റെ വ്യാപ്തമായിരിക്കും. അപ്പം വ്യാപ്തമുണ്ട്. ഇനി മണമുണ്ടോ?
മണം ഇല്ല. ജലത്തിന് എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും അല്ലെ, ജലത്തിന് എടുക്കുന്നത് ഏത് പാത്രത്തിന്റെ ആകൃതിയാണോ ആ ആകൃതി ആയിരിക്കും ജലത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണിത്. ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗം. നമ്മൾ ഒരു ദിവസം എത്രത്തോളം വെള്ളം ഉപയോഗിക്കും എന്നതാണ്. കുടിക്കാൻ നമ്മൾ എത്ര 2.5 മുതൽ 3.5 ലിറ്റർ ആണ് നമ്മൾ ഒരു ദിവസം കുടിക്കാൻ ആവശ്യമാവുന്നത്, കുടിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഭക്ഷണം പാകം ചെയ്യാനോ 3 to 4 ലിറ്റർ ആണ്. അടുത്തത് പാത്രങ്ങൾ കഴുകാൻ 6 to 8 ലിറ്റർ. അടുത്ത കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ, ശുചീകരണത്തിന് 50, മറ്റാവശ്യങ്ങൾക്കായി 30. അപ്പം ആകെ ഒരു ദിവസം, ഒരു പ്രതിദിനത്തിൽ നമ്മൾ എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കും? 121.5 മുതൽ 125.5 വരെ വെള്ളം നമ്മൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ഇതിനകത്തുനിന്ന് ചോദ്യമൊന്നും വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അങ്ങനെ പ്രതീക്ഷയില്ല, ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കി, കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തിൽ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്ന് വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നും കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ഇതും ഒരു അറിവിലേക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. ഇനിയുള്ളത് നമുക്ക് ആവശ്യമുള്ള കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണം, എത്ര ശതമാനത്തോളം വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നോക്കി, തലച്ചോറിൽ എത്രയാണ്? 73% അല്ലെ. നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്ത് വേണം? ജലം ആവശ്യമാണല്ലോ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ഒരു ആവറേജ് കണക്ക് അല്ലെങ്കിൽ ഒരു ഏകദേശ അളവാണ് നമ്മൾ ഇവിടെ പറയുന്നത്. തലച്ചോറില് 73% വെള്ളം, രക്തത്തില് 94% വെള്ളം, വൃക്കകൾ 79%, പേശികൾ 75%, ഇനി ഹൃദയമാണെങ്കിലോ 75%, ശ്വാസകോശങ്ങൾ 83%, അസ്ഥികൾ 31%. അപ്പൊ ഇത്രയും ശതമാനമാണ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ ഏകദേശ അളവെന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് ഇത്രയുമാണ്. അപ്പൊ നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ ജലം കൂടുതലാണ് അല്ലെ. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അപ്പം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്ത് ആവശ്യമാണ്? ജലം ആവശ്യമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം തലച്ചോറിൽ എത്രയാണ്? 73%, രക്തത്തിൽ 94%, വൃക്കകളിൽ 79%, പേശികളിലും ഹൃദയത്തിലും ഇത് രണ്ടും എത്രയാണ്? 75% കേട്ടോ. പേശികൾ, ഹൃദയം. ഇനി ശ്വാസകോശമാണെങ്കിൽ 83%, അസ്ഥികളാണെങ്കിൽ 31%. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നോക്കി, സസ്യങ്ങളിൽ ജലം വേണം. നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ ജലം വേണം. അപ്പൊ സസ്യങ്ങൾക്ക് ജലം വേണ്ടേ? സസ്യങ്ങൾക്കും ജലം വേണം അല്ലെ. എല്ലാ ജീവജന്തുജാലങ്ങൾക്കും എന്ത് വേണം? ജലം അത്യാവശ്യമാണ്. ജലം ഒരു പ്രധാന ഘടകമാണ്. അപ്പം സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സസ്യങ്ങളില് ജലം എന്തൊക്കെ ധർമ്മങ്ങളാണ് വഹിക്കുന്നത്? ഇത് പഠിച്ചു വെച്ചോണം. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്കത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ക്ലിയർ ആയോ? ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. 2, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നത്. ആഗീകരണം ചെയ്ത ലവണങ്ങൾ എവിടെ എത്തിക്കണം? മിനറൽസ് എവിടെ എത്തിക്കണം? ഇലകളിൽ എത്തിക്കാൻ എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്.
ഇനി 3 പ്രകാശ സംശ്ലേഷണത്തിന് എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. 4 സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മങ്ങൾ? ക്ലിയർ ആണ്, ഒരു സംശയവും വേണ്ട. ഒന്ന്, നമുക്കറിയാം ആഹാരം ഇലകളിൽ വെച്ച് നിർമ്മിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആഹാരത്തെ ഇലകളിൽ വെച്ച് ഉണ്ടാക്കണം എങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു, അതാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഈ പ്രകാശ സംശ്ലേഷണത്തിന് എന്ത് വേണം? ജലം ആവശ്യമാണ്. ക്ലിയർ ആയോ? അപ്പം പ്രകാശ സംശ്ലേഷണം ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മത്തിൽ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു, പ്രകാശ സംശ്ലേഷണം. ഓക്കെ ആണല്ലോ? ഫോട്ടോസിന്തസിസ് മറന്നു പോവല്ലേ അത്. ഇനി അടുത്തത്, ഈ നിർമ്മിച്ച ആഹാരം ഇലകളിൽ നിന്ന് സസ്യത്തിന്റെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ സസ്യഭാഗങ്ങളിലേക്ക് കൊടുക്കണം അല്ലെ? അപ്പൊ ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ജലം ആവശ്യമാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു പ്രകാശ സംശ്ലേഷണം, രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് വേണം? ജലം ആവശ്യമാണ്. ഇനി മൂന്നാമത്തത്, ഈ ആഗീരണം ചെയ്ത ലവണങ്ങൾ ഉണ്ടല്ലോ, സസ്യങ്ങൾ ലവണങ്ങൾ ആഗീരണം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. മിനറൽസ് ആഗീരണം ചെയ്യും. ഈ ആഗീരണം ചെയ്ത ലവണങ്ങള് ഇലകളിൽ എത്തിക്കുന്നതിന് എന്ത് വേണം? ജലം ആവശ്യമാണ്. ഇനി നാലാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, ശരീരത്തിന്റെ ഘടന നിലനിർത്താൻ എന്ത് ആവശ്യമാണ്? ജലം ആവശ്യമാണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ 4 പോയിന്റ്. അപ്പൊ സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒന്ന്, പ്രകാശ സംശ്ലേഷണം, പഠിച്ചു വെക്കോളുക. പ്രകാശ സംശ്ലേഷണം. 2, ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. ഇനി 3, ആഗീരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്. 4, സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനത്തിന് ജലം അത്യാവശ്യമാണ് അല്ലെ? എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ നോക്കേ, നമുക്കറിയാം ജലം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, ജലത്തിൽ ലയിക്കാത്തവയുണ്ട് അല്ലെ? പദാർത്ഥങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ. അപ്പം ജലത്തിൽ ലയിക്കുന്നവ നിങ്ങൾക്ക് തന്നെ അറിയാം. ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്, ലയിക്കാത്തവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? ലയിക്കാത്തവ നമുക്കൊന്ന് നോക്കാം. ജലത്തിൽ ലയിക്കുന്നവ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പഞ്ചസാര ലായനിയം. അപ്പൊ പഞ്ചസാര എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ് അല്ലെ? ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര. അടുത്ത് പറയുകയാണെങ്കിൽ സാൾട്ട് അല്ലെ? സാൾട്ട് എന്താണ്? സാൾട്ടും വെള്ളത്തിൽ ലയിക്കുന്നവയാണ്, ജലത്തിൽ ലയിക്കുന്നവയാണ്. ഷുഗർ, സാൾട്ട്. തുരിശ്, നമ്മളിത് എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, നമുക്ക് അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. തുരിശ് എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ് കേട്ടോ, ജലത്തിൽ ലയിക്കുന്നവയാണ് തുരിശ്. അപ്പക്കാരം ജലത്തിൽ ലയിക്കുമോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പക്കാരം ജലത്തിൽ ലയിക്കുമോ? ലയിക്കും. അപ്പൊ അപ്പക്കാരം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പക്കാരം എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി സോപ്പ് പൊടി, നമുക്കറിയാം സോപ്പ് പൊടി ജലത്തിൽ ലയിക്കും അല്ലെ? സോപ്പ് പൊടി എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓർത്തിരുന്നോളുക. പൊട്ടാസ്യം പെർമാംഗനേറ്റും എന്താണ്? അതും ജലത്തിൽ ലയിക്കുന്നവയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഷുഗർ, സോൾട്ട്, തുരിശ്, അപ്പക്കാരം, സോപ്പ് പൊടി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇവയെല്ലാം എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി ജലത്തിൽ ലയിക്കാത്തവയുണ്ട്. ജലത്തിൽ ലയിക്കാത്തവ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം മെഴുക് അല്ലേ? മെഴുക് എന്ത് ചെയ്യത്തില്ല? മെഴുക് ജലത്തിൽ ലയിക്കത്തില്ല. അതേപോലെ തന്നെ മണ്ണെണ്ണ ലയിക്കുമോ? ഇല്ല. വെളിച്ചെണ്ണയൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും അല്ലെ ജലത്തിൽ നിന്ന്. അപ്പം വെളിച്ചെണ്ണ എന്ത് ചെയ്യില്ല? ജലത്തിൽ ലയിക്കുമോ? ലയിക്കത്തില്ല. അപ്പൊ മെഴുക്, മണ്ണെണ്ണ, വെളിച്ചെണ്ണ. വിനാഗിരി ലയിക്കുമോ? ഇല്ല, വിനാഗിരി ലയിക്കത്തില്ല. കർപ്പൂരം ലയിക്കുമോ? വെള്ളത്തിൽ കർപ്പൂരം ലയിക്കുമോ? ഇല്ല. പെട്രോൾ ലയിക്കുമോ? പെട്രോളും ലയിക്കത്തില്ല. അപ്പം
ജലത്തിൽ ലയിക്കാത്തവ, ജലത്തിൽ ലയിക്കുന്നവ. ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ. ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? പഞ്ചസാര, ഉപ്പ്, തുരിശ്, അപ്പക്കാരം, സോപ്പ് പൊടി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇതെല്ലാം ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി ജലത്തിൽ ലയിക്കാത്തവ ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ, വെളിച്ചെണ്ണ, പെട്രോൾ, വിനാഗിരി, മെഴുക് എന്നിവയെല്ലാം ജലത്തിൽ ലയിക്കുന്നവയല്ല. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കി, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുവോ? ലയിപ്പിക്കും. ജലത്തില് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് എന്തുണ്ടാകുന്നത്? സോഡ ഉണ്ടാകുന്നത്. സോഡ ഉണ്ടാകുന്നത്. അപ്പൊ ജലത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചാണ് എന്തുണ്ടാകുന്നത്? സോഡ ഉണ്ടാകുന്നത്. ഈ സോഡാ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുമുണ്ട്, ഇനി വരാൻ ചാൻസും ഉള്ളതാണ്. ഓക്കെ, കാരണം ഇത് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ചോദ്യമായിട്ടും വന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പ്രത്യക്ഷമാകുന്നത്? എന്തുകൊണ്ടാണ്? സോഡാ കുപ്പി തുറക്കുമ്പോൾ നമുക്കറിയാം വെള്ളത്തില് സോഡ, വെള്ളത്തില് കാർബൺ ഡൈ ഓക്സൈഡ്, ജലത്തില് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചാണ് എന്തുണ്ടാക്കുന്നത്? സോഡ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സോഡ തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താവും? റിലീസ് ആവും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകും. അതുകൊണ്ടാണ് അവിടെ കുമിളകൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ജലത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാകുന്നത്. സോഡാ കുപ്പി തുറക്കുമ്പോൾ ഈ അടങ്ങിയിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, ആ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് റിലീസ് ആവും. ഇങ്ങനെ റിലീസ് ആവുന്നത് കൊണ്ടാണ് അവിടെ കുമിളകൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആയി? ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മളൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഒരു ഷുഗർ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്? ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം ഷുഗറും അതേപോലെ തന്നെ വാട്ടറും കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഷുഗർ സൊല്യൂഷൻ ഉണ്ടാകുന്നത് അല്ലെ? ഷുഗർ സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇനി സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിലോ? ഉപ്പ് ലായനി, ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നത്? സോൾട്ടും അതേപോലെ തന്നെ വാട്ടറും കൂടി ചേർന്നാണല്ലോ സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉപ്പ് ലായനി അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഉണ്ടാകുന്നത്. ഒന്ന് നോക്കേ, ഇവിടെ ഷുഗറും വാട്ടറൂടെ ചേർന്ന് ഷുഗർ സൊല്യൂഷൻ ഉണ്ടായി, സോൾട്ടും വാട്ടറൂടെ ചേർന്ന് സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഉണ്ടായി. അല്ലെങ്കിൽ പഞ്ചസാരയും വെള്ളവും കൂടി, ജലവും കൂടി ചേർന്ന് പഞ്ചസാര ലായനി ഉണ്ടായി, ഉപ്പും ജലവും കൂടി ചേർന്ന് ഉപ്പ് ലായനി ഉണ്ടായി. ഇനി ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഈ ലയിച്ചു ചേരുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, ലയിച്ചു ചേരുന്ന വസ്തു, ഇവിടെ ലയിച്ചു ചേരുന്നത് ഏതാണ്? ലയിച്ചു ചേരുന്നത്, വെള്ളത്തിലോട്ട് ലയിച്ചു ചേരുന്ന വസ്തു ഏതാണ്? ഷുഗർ ആണ്. ഇനി ഉപ്പ് ലായനി എടുക്കുകയാണെങ്കിൽ വെള്ളത്തിലോട്ട് ലയിച്ചു ചേരുന്നത് ഏതാണ്? സോൾട്ട് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നതെന്ന് അറിയാമോ? ലീനം എന്ന്. ഇതിനെ പറയുന്ന പേരെന്താണോ? ലീനം. മറന്നു പോവരുത്, ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട്. ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട്. അപ്പൊ ലയിച്ചു ചേരുന്ന വസ്തു, ലയിച്ചു ചേരുന്ന വസ്തു എന്താണ്? ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ആണ്. ഇനി ഈ ലീനം എന്തിനകത്താണോ ലയിച്ചു ചേരുന്നത്, അല്ലെങ്കിൽ ഈ സൊല്യൂട്ട് എന്തിനകത്താണോ ലയിച്ചു ചേരുന്നത്, ആ വസ്തുവിനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ലായകം എന്നാണ്. അപ്പൊ ഈ ഇവിടെ ലായകം ഏതാണ്? വാട്ടർ ആണ് അല്ലെ? ലായകം അല്ലെങ്കിൽ സോൾവെന്റ്. സോൾവെന്റ്. ക്ലിയർ ആയോ എന്താ പറഞ്ഞേന്ന്? ഏതാണോ ലയിച്ചു ചേരുന്നത് അതെന്താണ്? ലയിച്ചു ചേരുന്നത് എന്താണ്? ലയിച്ചു ചേരുന്നത് എപ്പോഴും ലീനമാണ്. ലയിച്ചു ചേരുന്നത് എന്താണ്? ലീനമാണ് അല്ലെങ്കിൽ സൊല്യൂട്ട് ആണ്. ഇനി ഏതിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ലായകമാണ് അല്ലെങ്കിൽ സോൾവെന്റ് ആണ്. ഇനി ഈ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, ഇവൻ ഞാൻ ഷുഗർ വാട്ടറിനകത്തിട്ട് ലയിപ്പിച്ചു, അങ്ങനെ നമുക്കൊരു സംഭവം കിട്ടും. എന്താ? പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ. അതിനെയാണ് ലായനി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ലായനി, ലായനി ഏതാണ്? ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലെ, നമുക്ക് വേറൊരു കളർ യൂസ് ചെയ്യാമേ. ഇതിനെ പറയുന്ന പേരെന്താണ്? ലായനി എന്നാണ്. ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നാണ്. ക്ലിയർ ആയോ?
അപ്പം സിമ്പിൾ ആയിട്ട് പറയാണ്, ഇവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകമെന്നും പറയുന്നു. ഇനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് എന്ത്? ലായനി എന്ന് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്താ നമ്മൾ പറയുന്നത്? ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയും. എന്തിലാണോ ഇത് ലയിച്ചു ചേരുന്നത്, നമുക്കറിയാം എന്തിലായിരിക്കും മിക്കവാറും എല്ലാം ലയിച്ചു ചേരുന്നത്? എന്തിലായിരിക്കും? വാട്ടറിലായിരിക്കും അല്ലെ? എപ്പോഴും വാട്ടറിലായിരിക്കും ഇത് ലയിച്ചു ചേരുന്നത്. അതിനെ എന്താണ് പറയുന്നത്? ലായകം എന്നും. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ അല്ലെങ്കിൽ സൊല്യൂട്ട് സോൾവെന്റിനകത്ത് ലയിച്ച് ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാണ്, ലായനി, ലീനം, അടുത്തത് ലായകം. ഓക്കെ ആണല്ലോ? ലായനി, ലീനം, ലായകം. ഒന്നാമത് നമ്മൾ എടുക്കുകയാണ്, ആദ്യത്തെ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഏത് ലായനിയാണ്? ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനി നമ്മൾ എടുത്തു. ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനി. ഇതിനകത്ത് ലീനം ഏതാണ് അല്ലെങ്കിൽ സൊല്യൂട്ട് ഏതാണ്? ലീനം അല്ലെങ്കിൽ ഇതാണ് സൊല്യൂട്ട്, ഇത് സോൾവെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം. ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൊല്യൂട്ടിനാണോ അക്ഷരങ്ങൾ കൂടുതൽ, സോൾവെന്റിനാണോ അക്ഷരങ്ങൾ കൂടുതൽ? സോൾവെന്റിനാണല്ലോ അക്ഷരങ്ങൾ കൂടുതൽ. അപ്പൊ നമ്മൾ കൂടുതൽ എടുക്കുന്നത് ഏതായിരിക്കും? ലായകമായിരിക്കും അല്ലെ? ഇപ്പൊ എനിക്കൊരു ഉപ്പുവെള്ളം ഉണ്ടാക്കണം. ഉപ്പുവെള്ളത്തിനകത്ത് ഉപ്പാണോ കൂടുതൽ എടുക്കുന്നത് അതോ വാട്ടർ ആണോ കൂടുതൽ എടുക്കുന്നത്? വാട്ടർ ആണല്ലോ കൂടുതൽ എടുക്കുന്നത്. എന്നാലല്ലേ അത് ഡിസോൾവ് ആയി ഒരു ലായനി ആവത്തുള്ളൂ. അപ്പം ആ ആൽഫബറ്റ് ഒന്ന് നോക്കുക. ആൽഫബറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാ? സോൾവെന്റ് അല്ലെങ്കിൽ ലായകമാണ് അല്ലെ? അപ്പൊ ലായകമായിരിക്കും എപ്പോഴും വെള്ളം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കുന്ന പദാർത്ഥം ഏതാണോ അതായിരിക്കും ലായകം എന്ന് പറയുന്നത്. ലീനമായിരിക്കും നമ്മൾ കുറച്ചെടുക്കുന്നത്. ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓർക്കാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ലായനി നമ്മൾ എടുത്തു ഷുഗർ സൊല്യൂഷൻ. അപ്പൊ ഇതിനകത്ത് ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ഏതായിരിക്കും? ഏതാണ്? ഷുഗർ ആണ് അല്ലേ? ഏതാണ്? ഷുഗർ ആണ്. അപ്പൊ ലായകം ഏതാണ്? വെരി ഗുഡ്. ഏതാ? വാട്ടർ ആണ് ലായകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണ്. അടുത്ത സോൾട്ട് സൊല്യൂഷൻ. സോൾട്ട് സൊല്യൂഷൻ എടുക്കുമ്പോ എങ്ങനെയാണ്? ലീനം ഏതാണ്? സോൾട്ട്. ലായകം ഏതാണ്? വാട്ടർ. അടുത്ത സോഡ. സോഡ എടുക്കുകയാണ്. നമ്മൾ മുമ്പ് പഠിച്ചതാണ് സോഡ. നിങ്ങൾക്ക് എല്ലാം അറിയാം സോഡ. സോഡ ഏതാണ്? സോഡ. സോഡയ്ക്കകത്ത് ലീനം ഏതാ? നമ്മൾ പഠിച്ചു. സോഡയ്ക്കകത്ത് വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചുണ്ടാകുന്നതാണ് സോഡ. അപ്പം ലീനം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലായകം ഏതാണ്? വെള്ളം അല്ലെങ്കിൽ വാട്ടർ ആണ്, H2O ആണ്. അങ്ങനെയെങ്കിൽ അടുത്തത് ഉപ്പ് ലായനി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാവുന്നതാണ് നാരങ്ങ വെള്ളം അല്ലെ? നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളത്തിനകത്ത് എങ്ങനെയാണ്? എന്തൊക്കെയാ നമ്മൾ എടുക്കുന്നത്? നാരങ്ങ എടുക്കും അല്ലെ? ചിലപ്പം വേറെ എന്തെടുക്കും? ഉപ്പ് എടുക്കും, ചിലവര് പഞ്ചസാര എടുക്കും. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ സാധനം എടുത്താണ് ഇത്. പക്ഷെ എന്തോത്തിനകത്താണ് നമ്മൾ കലക്കുന്നേ? വാട്ടറിനകത്താണ് അല്ലെ? അപ്പം മനസ്സിലായോ ഇപ്പൊ എന്താണ് ലായനി, ലീനം, ലായകം എന്ന് പറയുന്നത്? ലീനം എന്താണോ ലയിച്ച് ചേർക്കുന്നത് അതാണ് ലീനം. ലയിച്ച് ചേരുന്ന വസ്തുവാണ് ലീനം. എന്തിലാണോ ഇത് ലയിച്ച് ചേരുന്നത് അതാണ് ലായകം. ഇനി ഈ ലീനം ലായകത്തിൽ ലയിച്ച് ചേർന്നുണ്ടാകുന്നതാണ് എന്ത്? ലായനി. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. ഇവിടെ നോക്കി, ഇതെല്ലാം എവിടെയാ ലയിച്ചേക്കുന്നത്? വാട്ടറിലാണല്ലേ? H2O അല്ലെങ്കിൽ വാട്ടർ, ജലത്തിലാണ് ഇവയെല്ലാം ലയിച്ചേക്കുന്നത്. ഇതിന്റെ എല്ലാം ലായകം നമ്മൾ നോക്കുമ്പോ ഇതിന്റെ ലായകം ഏതാണ്? വാട്ടർ ആണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ തന്നെ ജലത്തെ എന്താണ് പറയുന്നത്? സാർവിക ലായകം എന്ന് പറയുന്നു. ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു പോവാണേ. ലോക ജലദിനം എന്നാടേ. ലോക ജലദിനം. ലോക ജലദിനം മറന്നു പോകരുത്. മാർച്ച് 22 കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പാഠം ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ലോക ജലദിനം മാർച്ച് 22. ഇനി ദേശീയ ജലദിനം എന്നാണ്? ദേശീയ ജലദിനം
ഏപ്രിൽ 14 കേട്ടോ. ഇത് പറഞ്ഞപ്പോ ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം ജലം എന്ന് പറയുന്ന ഒരു പാഠമാണ് നമുക്കുള്ളത്. ഇത് ചോദിച്ചൂടാന്നില്ല. ലോക ജലദിനം March 22, ദേശീയ ജലദിനം April 14. ലോക ജലദിനം March 22, ദേശീയ ജലദിനം April 14. മറന്നു പോവല്ലേ. ഇനി അടുത്ത നോക്കി, വെള്ളത്തിന്റെ ഖരാവസ്ഥയാണ് എന്ത്? ഐസ് എന്ന് പറയുന്നത്. ജലത്തിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഖരാവസ്ഥ ഐസ് ആണ്, നമുക്കറിയാം അല്ലെ. ജലം തണുപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐസ് കിട്ടും അല്ലെ. അപ്പം നമുക്കിവിടെ അറിയാലോ, ഐസ്, വെള്ളം അല്ലെങ്കിൽ ജലം, നീരാവി, ഇങ്ങനാണല്ലോ അത് പോകുന്നത് അല്ലെ. ഇതെന്താണ്? ഐസ് എന്ന് പറയുന്നത് എന്താണ്? ഖരം, സോളിഡ് ആണ് അല്ലെ. ഖരം അല്ലെങ്കിൽ സോളിഡ്. മുകളിലോട്ട് എഴുതാമേ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നോക്കൂ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എങ്ങനെയാണ്? ഐസ്, വാട്ടർ, നീരാവി, അങ്ങനെയാണത് പോകുന്നത്, നീരാവി. അപ്പൊ നോക്കി, ഇത് അങ്ങോട്ടും ആകാം അല്ലെ. നീരാവി തണുപ്പിച്ച് ജലമാകാം, ജലം തണുപ്പിച്ച് ഐസ് ആകാം. ഇനി ഐസ് ചൂടാക്കുമ്പോ എന്താവും? വെള്ളമാകും. വെള്ളം ചൂടാക്കുമ്പോ എന്താവും? നീരാവി ആവും. ഇത് റിവേഴ്സ് പ്രോസസ് ആണ്. അപ്പം വെള്ളത്തിന്റെ ഖരാവസ്ഥ ഏതാണ്? ഐസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. വെള്ളത്തിന്റെ ഖരാവസ്ഥ ഐസ് ആണ്. നോക്കിയേ, അതിന് താഴെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. ഇമ്പോർട്ടന്റ് ആണ്, ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക. ഇവിടെ പറഞ്ഞേക്കുന്ന എന്താണ്? എന്താണ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ബാഷ്പീകരണം? എന്താണ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്? ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് നമ്മളൊരു വെള്ളം ഇവിടെ ചൂടാക്കാണ് അല്ലെ. നമ്മളൊരു വെള്ളം ചൂടാക്കുമ്പോൾ ഇതിൽ നിന്ന് നീരാവി മുകളിലേക്ക് പോകും അല്ലെ. ഇതിൽ നിന്ന് എന്ത് പോകും? ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. തിളനില വർദ്ധിക്കും തോറും അല്ലെങ്കിൽ താപനില വർദ്ധിക്കും തോറും എന്തും കൂടുന്നു? ഈ ബാഷ്പീകരണ തോതും കൂടുന്നു. അറിയാലോ, നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ കൂടുതൽ നീരാവി മുകളിലേക്ക് പോകും അല്ലെ. അതോ കുറഞ്ഞ താപനിലയിലാണോ കൂടുതൽ താപനിലയിലാണോ കൂടുതൽ നീരാവി അല്ലെങ്കിൽ ബാഷ്പീകരണം പോകുന്നത്? കൂടുതൽ താപനില ഉള്ളപ്പോഴാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം എന്താണ്? ജലമാണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ ജലത്തിന്റെ മറ്റൊരു സവിശേഷത, ജലത്തിന്റെ ഒരുപാട് സവിശേഷതകൾ നമ്മളിവിടെ പറഞ്ഞു അല്ലെ. ജലം എന്താണ്? ജലത്തിനകത്ത് ലീനം എന്താണ്? ലായകം എന്താണ്? ലായിനി എന്താണെന്ന് പറഞ്ഞു. ജലം ഒരു സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ. ഇത് പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്നത്. ഇപ്പം ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ളതിനാൽ അതിനെ യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് എന്ത്? ജലം എന്ന് പറയുന്നു. ഇനി അടുത്ത പോയിന്റ് ആണ് ജലം വിതാനം പാലിക്കുന്നു. ജലം വിതാനം പാലിക്കുന്നു. ഇത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിനകത്തും ഉണ്ടായിരുന്നു, ഓൾഡ് SCERT ടെക്സ്റ്റ് ബുക്കിനകത്തും ഉണ്ടായിരുന്നു. ഒരു എക്സ്പെരിമെന്റ് പോലെ അല്ലെ. ഒരു എക്സ്പെരിമെന്റ് പോലെ ഇവിടുന്ന് ഒരു ട്യൂബ് വിടുന്നു, അതേപോലെ തന്നെ 2 കുപ്പി എടുക്കാണ്, ഒരു ട്യൂബ് വിടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടും എന്തായിരിക്കും? 2 കുപ്പിയിലെയും വാട്ടറിന്റെ അളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഈ വിതാനം പാലിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജലാശയങ്ങൾ വറ്റുമ്പോൾ നമ്മുടെ സമീപത്തുള്ള വീടുകളിലെ കിണറിലെ വെള്ളം ജലനിരപ്പ് എന്ത് ചെയ്യും? താഴും. അതേപോലെ തന്നെ വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലം എടുക്കുന്നത് കൊണ്ട് ആ പ്രദേശത്തെ ജലലഭ്യത കുറയ്ക്കും. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? ജലം വിതാനം പാലിക്കുന്നു എന്നതാണ്. ജലം
വിധാനം പാലിക്കുന്നു. അപ്പൊ അടുത്ത പോയിന്റ് പഠിച്ചല്ലോ, ജലം എന്ത് ചെയ്യുന്നു? ജലം വിധാനം പാലിക്കുന്നു. ജലം എന്ത് ചെയ്യുന്നു? വിധാനം പാലിക്കുന്നു. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഇത് നോക്കൂ, ജലത്തുള്ളിക്ക് പറയാനുള്ളത് എന്താണ്? ജലത്തുള്ളിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് മഴ സംഭവിക്കുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് മഴ വരുന്നത്? ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത മേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. അപ്പൊ എങ്ങനെയാണ്? ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ജലം എന്ത് ചെയ്യും? ഇത് നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരും, പിന്നീട് തണുത്ത മഴമേഘമായിട്ട് മാറും, അവിടെ വെച്ച് ചെറു കണികകളായിട്ട് താഴേക്ക് വീഴും. അങ്ങനെയാണ് ഈ മഴ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇവ പിന്നീട് എന്ത് ചെയ്യും? ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ. ഇത് ഓൾഡ് SCERT ടെക്സ്റ്റ് ബുക്കിനകത്തും ഇതേപോലെ ഉണ്ടായിരുന്നു, ന്യൂവിനകത്തും ഉണ്ട്. അതുകൊണ്ട് ഓർത്തിരുന്നോണം. മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ് എന്നിവയെല്ലാം മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്തു നിന്ന് മറ്റൊരു ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്കറിയാം ചക്ക, ടാറ്, അതേപോലെ തന്നെ പശ, ഇവയൊക്കെ നമുക്ക് വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞാൽ പോകുമോ? ചക്കയുടെ കറ, അതേപോലെ തന്നെ പശ, ടാറ് എന്നിവയൊക്കെ പറ്റുമോ? നമുക്കറിയാം, നമ്മളൊക്കെ ചക്ക വീട്ടിൽ വെട്ടുകയാണെങ്കിൽ ആ കത്തി എന്ത് ചെയ്യും? ചിലപ്പം മണ്ണെണ്ണ വെച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് തൂക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ആ കറ പെട്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു ചക്കപ്പശ പെട്ടെന്ന് അങ്ങോട്ട് പോകും. കാരണം എന്താ? ഈ വെളിച്ചെണ്ണ ജലത്തിൽ ലയിക്കുന്നവയല്ല അല്ലെ? ജലത്തിൽ ലയിക്കുന്നവയല്ല. അപ്പം ഈ ചക്ക, പശ, ടാറ് എന്നിവ ജലത്തിൽ ലയിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവ നീക്കം ചെയ്യാൻ നമുക്ക് മണ്ണെണ്ണ, വെളിച്ചെണ്ണ പോലുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം വരുന്നതാണ്, ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാല് എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, ഇതും എന്ത് ചെയ്യില്ല, വെള്ളത്തിൽ ലയിച്ചു പോവോ? മഷി ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ, ബേക്കിംഗ് സോഡ, വിനാഗിരി, നാരങ്ങാ നീര് എന്നിവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? അപ്പം ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളാണോ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും പെട്രോളും ഒക്കെ? അല്ല. വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളല്ല മണ്ണെണ്ണ, വെളിച്ചെണ്ണ, അതേപോലെ തന്നെ പെട്രോള് തുടങ്ങിയവ. നമ്മളിവിടെ അതാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങള്? അപ്പം ജലം നിത്യജീവിതത്തിൽ എന്ന ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട്, ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം വീതമാണ് ജലം, അതേപോലെ തന്നെ സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മങ്ങൾ, ഈ ഒരു പോയിന്റ്, എന്തുകൊണ്ടാണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തേക്ക് പ്രവേശിക്കുന്നത്, ലീനം, ലായകം, ലായിനി, ബാഷ്പീകരണം എന്താണ്, ജലം പ്രകൃതിദത്തമായിട്ട് ഖരം, ദ്രാവകം, വാതകം അല്ലെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 അവസ്ഥയിലും കാണപ്പെടുന്നത്, പ്രകൃതിദത്തമായി കാണപ്പെടുന്നത് ജലമാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ജലം ഒരു സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. അതേപോലെ തന്നെ ജലം എന്താണ്? ജലം വിധാനം പാലിക്കുന്നു. ജലം എന്ത് ചെയ്യുന്നു? വിധാനം പാലിക്കുന്നു എന്നോർത്തിരിക്കുക. ദെൻ മഴവെള്ള സംഭരണിയുടെ കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് ആദ്യാവസാനം ഫുള്ള് കാണുക. ദെൻ ഇന്ന് ഇതിന്റെ ഫോൾ വർക്കൗട്ട് എക്സാം നമുക്ക് കൃത്യം 9 മണിക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാണും. അത് അറ്റൻഡ് ചെയ്യുക. കൂടാതെ നാളെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ചോദ്യം വർക്കൗട്ട് ചെയ്യും. അതിനായിട്ട്